അസ്സലാമു അലൈക്കും. മഗ്ഫിറത്തിന്റെ 10 നമ്മോട് വിട പറയുകയാണ്. അവസാനത്തെ 10 എന്നത് നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ 10 നരകം, സ്വർഗം, പരലോകം എന്നുള്ളതെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസങ്ങളാണ്. നരകത്തെ നമ്മൾ വിശ്വസിക്കണം. നരകത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഞാൻ അതിൽ പോയി പെടുമോ എന്ന് സ്വന്തമായി ആശങ്കപ്പെടണം. ആ ഭയത്തിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നരകത്തിൽ പോയി വീഴുന്നതിനെ തൊട്ട് കാവൽ ചോദിക്കണം. നമുക്കറിയാം ചില ആളുകൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ. അതിനൊരിക്കലും അവരെ ശിക്ഷിക്കാൻ ദുനിയാവ് മതിയാവില്ല. പലസ്തീനിൽ മക്കളെയൊക്കെ കൊന്നൊടുക്കുകയാണ്. എന്ത് ശിക്ഷയാണ് ദുനിയാവിൽ അവർക്ക് കൊടുക്കുക? അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയോ ആളുകളുടെ ജീവനും ജീവിതവും നശിപ്പിച്ച ആൾക്കാരുണ്ട്. അവരെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ വേറൊരു ലോകം, നരകം, മഹാരാജാവിന്റെ വിചാരണ, ഇതൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ച വിശ്വാസങ്ങളിലൊന്നാണ് നരകത്തിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ സ്വർഗം. ചില ആളുകൾ ചെയ്ത നന്മകൾ തലമുറകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന പള്ളി ആരായിരിക്കും ഈ പള്ളികൾക്ക് സ്ഥലം കൊടുത്തത്? എത്രയെത്ര നന്മയാണ് നടക്കുന്നത്. ഖിയാമത്ത് നാൾ വരെ അവിടെ ശുക്റും സുജൂദും നടക്കുന്നു. ഇങ്ങനെ എത്ര പള്ളികൾ. അവർക്ക് അനന്തമായ പ്രതിഫലമുള്ള പരിഹാരം കൊടുക്കണമെങ്കിൽ സ്വർഗം എന്ന ഒരു സംഭവം വേണം. എത്രയോ ആളുകൾക്ക് എത്രയോ സ്വപ്നങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. ഒന്നും നിരാശപ്പെടേണ്ട. സ്വർഗത്തിൽ നിന്ന് അതൊക്കെ കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നടക്കാതെ പോയ സ്വപ്നങ്ങളെക്കുറിച്ച് മലക്കുകൾ സ്വർഗത്തിൽ ചെന്നാൽ പറയുമത്രേ, നീ ഇന്നാലിന്ന കാര്യം ആഗ്രഹിച്ചില്ലേ? അത് നടന്നില്ലല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി നീ അത് മാറ്റിവെച്ചില്ലേ? അത് ആഗ്രഹിക്കുക, അതുകൊണ്ട് നീ അനുഭവിക്കുക എന്ന് മലക്കുകൾ വിശ്വാസികളോട് വന്ന് പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.